മഹാനായ ഈസ നബി അലൈഹിസ്സലാം ഇവൻ ഈ വലസുന്ന കാലത്ത് ഇറങ്ങാൻ പോകുന്നു. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ്യ ദിമഷ്ക്, ഡമസ്കസിന്റെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ വെളുത്ത രണ്ട് മുനാരത്തിലൂടെ സുബ്ഹി നിസ്കാര നേരത്ത് ഇറങ്ങി വരാൻ പോകുന്നു മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ആ പള്ളി പോലും ഇന്ന് നിലവിലുണ്ടെന്നാണ്. അൽ മസ്ജിദുൽ അമവിയ്യ ജോർഡാനിലൊക്കെ ടൂർ പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടത്. ഇന്ന് നിലവിലുള്ള പള്ളിയാണ്. ആ പള്ളി 100-600ഓളം കൊല്ലമായി അത് പരിപാലിക്കപ്പെട്ടു പോരാണ്, അതവിടെ നിലനിർത്തുകയാണ്. ആ പള്ളിയിലൂടെയാണ് ഇറങ്ങി വരിക ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിന്റെ സ്ഥലം പോലും ഇന്ന് റെഡിയാണ്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ്യ ദിമഷ്ക്, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ വെളുത്ത മുനാരത്തിലൂടെ രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരും സുബഹി നിസ്കാര നേരത്ത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. അവരുടെ മുടിയിൽ നിന്നും കുളിച്ച വെള്ളത്തിന്റെ അടയാളം പോലോത്തത് യഖ്തുറു മിസ്ലുൽ ജുമാനി, മുത്തുപോലെയുള്ള തുള്ളികൾ അവരുടെ മുടിയിൽ നിന്ന് ഉറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് മഹാനായ മറിയം ബീവിയുടെ പുത്രൻ ഈസ നബി അലൈഹിസ്സലാം ആ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ മുനാരത്തിലൂടെ സുബ്ഹി നിസ്കാര നേരത്ത് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുമ്പോ പള്ളിയുടെ ഉള്ളിൽ സുബ്ഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ കാത്തിരിക്കുന്നുണ്ട് മഹാനായ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു. മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന ഇമാമുന മഹ്ദി ഇമാം അവിടെ ഉണ്ടായിരിക്കും. മഹ്ദി ഇമാം അവിടെ ഇരിക്കുന്നുണ്ട്. നിസ്കാരത്തിന്റെ നേരത്ത് ഈസ നബി വരുമ്പോൾ ഫയഅരിഫുൽ മഹ്ദിയു, മഹ്ദി ഇമാം അവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഹ്ദിയു മിൻ അശ്റതി മിൻ ഔലാദി ഫാത്തിമ യുവാതി ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ ഖൽഖുഹു ഖൽഖി, എന്റെ ശരീരം പോലെ ശരീരമുള്ള ആളാണ്. നബി തങ്ങൾ പറയുമായിരുന്നു, മഹ്ദി എന്ന് പറയുന്ന ആൾ എന്നെ പോലെയുള്ള ആൾ. എന്റെ പേരുണ്ടവർക്ക്, എന്റെ വാപ്പയുടെ പേരാണ് അവരുടെ ഉപ്പയുടെ പേര്, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ തറവാടിലൂടെ വരുന്ന ഫാത്തിമ ബീവിയുടെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെ കടന്നു വരുന്ന ഒരു സയ്യിദാണ്, ഒരു തങ്ങളാണ് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു. വരുന്നത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, പക്ഷേ ഏഷ്യയിൽ നിന്ന്. ബുഖാരി ഇമാമിന്റെ നാടിനടുത്ത് കിടക്കുന്ന ഖുറാസാൻ, ഇന്നത്തെ ഇറാനിന്റെയും ഉസ്ബെക്കിസ്ഥാനിന്റെയും അഫ്ഗാനിന്റെയും ബോർഡറുകളായി കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ഇദാ റഅയ്തുമുർ റായാത്തിസ് സൂദ് മിൻ ഖിബലിൽ ഖുറാസാൻ ഫദ്നൂഹാ ഫഇന്ന മിൻഹുമുൽ ഇമാമുൽ മഹ്ദി. ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന് കറുത്ത കൊടി പിടിച്ചൊരു സംഘം വരുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ പോയി സ്വീകരിക്കണേ, അവരിലുണ്ടാകും എന്റെ പൗത്രനായ മഹ്ദി, അവരുടെ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് അവിടുത്തെ കുറെ സംഘടനകൾ, അഫ്ഗാനിലൊക്കെ പല സംഘടനകളും ഈ കറുത്ത കൊടി ഉണ്ടാക്കാൻ കാരണം. താലിബാൻ അടക്കം ഈ കറുത്ത കൊടി പിടിക്കുന്നത് മഹ്ദിയുടെ പക്ഷക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ്. അങ്ങനെ 30ഓളം കള്ളസംഘങ്ങൾ വരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ദി ഇമാം ഹജ്ജിന് വരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ലോകത്തുള്ള ആലിമീങ്ങൾ തിരിച്ചറിയുന്നത് ഇത് മഹ്ദിയാണെന്ന്. ഉമ്മ വെക്കുന്ന പേരല്ല അത്, ഉമ്മ വെച്ച പേര് മുഹമ്മദ് എന്നാണ്, വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. ഇത് മഹ്ദിയാണ്, ബൈഅത്ത് ചെയ്തോളൂ എന്ന് മാലാഖമാർ നിരന്തരം വിളിച്ചു പറയുന്നത് അവിടെ കൂടിയ 7ഓളം പ്രമുഖരായ ആലിമീങ്ങൾ കേൾക്കുമെന്നും അവരാണ് മഹ്ദി ഇമാമിനെ ബൈഅത്ത് ചെയ്യുന്നത്, അവരാണ് പ്രഖ്യാപിക്കുന്നത് ഇത് മഹ്ദിയാണ്. ആ മഹാനായ അല്ലാഹുവിന്റെ റസൂലിന്റെ തറവാടിലൂടെ വരുന്ന പുത്രൻ വരാൻ പോകുന്നത് യംലഉൽ അർള ഖിസ്തൻ വഅദിലാ കമാ മുലിഅതു ദുൽമൻ വജൗറാ. ലോകത്തെ അക്രമവും അരാജകത്വവും കൊലപാതകവും മർഡറും കില്ലിങ്ങും ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നീതി സ്ഥാപിക്കാൻ വരുന്ന ആളാണ് മഹാനായ മഹ്ദി എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു.
7 വർഷം അവർ ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുക്കും. ഒരു ഖലീഫയായി, അള്ളാന്റെ റസൂലിന്റെ ഖലീഫമാരുണ്ടായ പോലെ ഒരു ഖലീഫയായി, ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു അമീറായി ഇമാമുന മഹദി 7 വർഷം നയിക്കുകയും ആ സമയത്താണ് അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ മഹായുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത്. യൂറോപ്പുമായി അമേരിക്കയുമായി മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം നടക്കാൻ പോകുന്നു. തഖ്തതിലു ഫിഅതാനി അദീമതാനി ദഅവാഹുമാ വാഹിദ. അൽ മൽഹമത്തുൽ കുബ്ര എന്ന മഹാനായ അബൂ നഈം അടക്കമുള്ള ആളുകൾ കിതാബുൽ മലാഹിം, മൽഹമത്ത് അന്ത്യനാളിനോട് മുമ്പ് നടക്കാൻ പോകുന്ന മഹായുദ്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസാദുശ്ശാമി ഫസാദുദ്ദുന്യാ, സിറിയയിൽ പ്രശ്നമുണ്ടാകുന്നത്. ഫസാദുശ്ശാം, ഷാമിന്റെ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തിന്റെ അസമാധാനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഷാറുൽ അസദിന്റെയോ അവന്റെ കൂട്ടാളികളുടെയോ ഭരണം മൂലമോ അല്ലാതെയോ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ആക്കം കൂട്ടുന്ന സംഗതികളാണ്. ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നം അതാണ്. ലിബിയയിലും ഇറാഖിലും ഈജിപ്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ പൊളിറ്റിക്കൽ അൺറസ്റ്റ്, ഈ കാലഘട്ടങ്ങളിലാണ് ഇമാമുന മഹദിയെ മുസ്ലിം ലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ല കമാ മുലിഅത് ദുൽമൻ വജൗറാ. മുസ്ലിമീങ്ങൾക്കെതിരെ അക്രമവും മുസ്ലിമീങ്ങൾക്കെതിരെ കൊടും ക്രൂരതയും അനീതിയും നടക്കുന്ന കാലത്താണ് മഹദി ഇമാം പുറപ്പെടുകയെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. ഹബീബായ നബിയുടെ വാക്കുകൾ ഓരോന്നോരോന്നായി പുലർന്നു കഴിഞ്ഞ് നമ്മൾ കണ്ടില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ പുലർന്ന് നമ്മൾ കണ്ടില്ലേ? ഇനി പുലരാനുള്ള, കാണാൻ പോകുന്ന കഥകൾ, കാണാൻ പോകുന്ന സംഭവങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹുദ് ദജ്ജാൽ അവിടെയുണ്ട്, അവൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിറിയയിലെ പള്ളികളിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാകുമെന്നാണ്. പള്ളികളൊക്കെ സീൽ ചെയ്തിട്ടുണ്ടാവും, പൊതുജനങ്ങൾ കടക്കാൻ പറ്റാത്ത രീതിയിൽ. മഹദി ഇമാമും ഏതാനും മുഅ്മിനീങ്ങളും സുബ്ഹി നിസ്കാരത്തിന് കാത്തു നിൽക്കുമ്പോൾ മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം നബി ഇറങ്ങി വരാണ്. മഹദി ഇമാം പറയും, ഈസ നബിയെ നിങ്ങൾ ഇമാം നിൽക്കുക, തഖദ്ദം, നിങ്ങൾ ഇമാം നിൽക്കുക. ഇമാമുക്കും മിൻകും, നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ഒരാളാവട്ടെ, ഞാൻ നിൽക്കില്ല, നിങ്ങളിൽ ഒരാൾ. ഫയതഖദ്ദമുൽ മഹ്ദിയു, അന്നേരം മഹദി ഇമാം മിഹ്റാബിലേക്ക് നിൽക്കുകയും ഈസാ നബി മഅ്മൂമായി ആദ്യത്തെ ഭൂമിയിലെ സുബ്ഹി ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന്റെ കൂടെ നിസ്കരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ തേടി പുറപ്പെടുന്നത്. ഫയറാഹുൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ ഈസാ നബിയെ കാണും. ഫയദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഈസാ നബിയെ കാണുമ്പോഴേക്കും ഉപ്പ് വെള്ളത്തിൽ അലിയുന്ന പോലെ മസീഹുദ് ദജ്ജാൽ വിറച്ചലിഞ്ഞുകൊണ്ടിരിക്കും. ഫയത്ബഉഹു, ഈസാ നബി അവനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടുകയും ഫയഖ്തുലുഹു ബിബാബി ലുദ്ദിൻ, ലുദ്ദിന്റെ കവാടത്തിൽ വെച്ച്, ഇന്നത്തെ ഇസ്രായേലിലെ ലുദ്ദ് എന്ന പട്ടണത്തിന്റെ ഗേറ്റിൽ വെച്ച്, ബോർഡറിൽ വെച്ച് മസീഹുദ് ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാം പിടികൂടുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൃത്യമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്നിട്ട് ഈസാ നബി ജീവിക്കും ഇവിടെ ഒരു 40 വർഷം കൂടെ. മരിക്കുന്നത് 73-ാമത്തെ വയസ്സിലായിരിക്കും. ആ കാലഘട്ടത്തിനിടയിൽ ഈസാ നബി അലൈഹിസ്സലാം കുരിശുകളെ തകർക്കുകയും വയഖ്തുലുൽ ഖിൻസീറ, പന്നികളെ വധിക്കുകയും. ഈസാ നബിയെ ദൈവമാണെന്ന് പറഞ്ഞവരോട് ഞാൻ ദൈവമോ ദൈവപുത്രനോ അല്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതൻ മാത്രമായിരുന്നുവെന്നും അവരെ തിരിച്ചു അറിയിക്കുകയും അവരെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും. വഇൻ മിൻ
അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതി. ഈസാ നബി വഫാത്താകുന്നതിന്റെ മുമ്പ് സർവ്വ കിതാബിന്റെ ആളുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അല്ലാഹുവിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ. എന്താ ഇന്നും ക്രിസ്ത്യാനികൾ ഈസാ നബി വരുന്നവരെ, ഈസാ നബി വന്നാൽ അവർ വഫാത്താകുന്നതിന്റെ മുമ്പ് ഖബ്ല മൗതിഹി, ഈസാ നബി മൗത്തായിട്ടില്ല. ഈസാ നബി വഫാത്താകുന്നതിന്റെ മുമ്പ് എല്ലാ വേദം നൽകപ്പെട്ടവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും അടക്കമുള്ളവർ അല്ലാഹുവിന്റെ സത്യമായ ദീൻ ഇസ്ലാം ശരിയാണെന്നവർക്ക് ബോധിക്കുക തന്നെ ചെയ്യും. അതിന് വരുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കല്യാണം കഴിക്കും, മക്കള് ജനിക്കും. പരിശുദ്ധമായ റൗള ഷരീഫിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ അരികത്ത് തന്നെ അവർക്ക് ഖബർ കുഴിക്കപ്പെടുമെന്നും പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. യാ അല്ലാഹ്, എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഈസാ നബി വന്ന ആദ്യത്തെ 2 ദിവസമൊക്കെ പത്രങ്ങൾ അങ്ങനെ എഴുതും, ന്യൂസിലൊക്കെ അങ്ങനെ കാണും. പിന്നെ നമുക്കൊരു സാധാരണ സംഭവം അങ്ങനെ ഉണ്ടാവുക. മസീഹ് ദജ്ജാൽ വന്നോ, പടച്ചോനെ വന്നോ, വന്നു എന്നതായി കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസം സർവ്വസ്ഥന്മാരും വേളം തന്നെ ആക്കാറ് എല്ലാ മെമ്പറിലും മസീഹ് ദജ്ജാൽ. പിന്നെ നമ്മള് അപ്പൊ അയാളിവിടെ ഉണ്ടല്ലോ, പിന്നെ അശ്രദ്ധയിലായി പോകുന്ന. സുബ്ഹാനല്ലാഹ്, ആ ഗൗരവം നഷ്ടപ്പെടുന്നു. അല്ലാഹു കാക്കട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അത്തഹിയാത്തിന്റെ അവസാനത്തിൽ പോലും വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അല്ലാഹുവേ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തരയണമേ. ദുആ ഇറക്കാൻ പറഞ്ഞു. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ.